സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ 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 സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. നേരം ഒത്തിരിയായി, അടുക്കളയിലെ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല. അടുക്കളയുടെ പണി എങ്ങാനും കഴിഞ്ഞത് യോഗത്തിന് പോകാമായിരുന്നു. ഇരിക്കുന്നതുകൊണ്ടല്ലേ ഏത് സമയത്ത് ഒരു പാട്ടും പ്രാർത്ഥനയും അല്ലാതെ ഒന്നുമില്ല. കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. കേട്ടില്ലേ, വീട്ടുപണി ഞാൻ പറഞ്ഞ പോരാട്ടമാണെന്ന്. മറിയേ, ഇന്ന് നമ്മള് ഗുരുവിനെ വീട്ടിൽ ഡിന്നറിന് വിളിച്ചിരിക്കുന്ന കാര്യം നീ അങ്ങ് മറന്നുപോയോ? കഴിഞ്ഞ ആഴ്ചയാണ് ബിബുവിന്റെ വീട്ടിൽ ഡിന്നറിന് വിളിച്ചിട്ട് ഭയങ്കര ഗ്രാൻഡ് ഡിന്നർ ആയിരുന്നെന്നാ പറഞ്ഞേ. അവരെക്കാട്ടിലും നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. മാർത്തേ, നീ എന്താ ബിബുയുടെ വീട്ടുകാരായിട്ട് ഞങ്ങളെ കമ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഗുരു എന്തുവാ പഠിപ്പിച്ചേക്കുന്നത്? ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നല്ലേ? നമ്മുടെ ഗുരുവിന്റെ ഇഷ്ട ഭക്ഷണം എന്താന്ന് നമുക്കറിയാം. അപ്പവും സ്വല്പം മീനുണ്ടെങ്കിൽ മതി, പിന്നെ കുറച്ച് അത്തിപ്പഴം ഉണ്ടെങ്കിൽ ധാരാളമാണ്. ഇതിനാണോ ഇത്രത്തോളം ഒച്ചപ്പാടുണ്ടാക്കി കൊണ്ട് നടക്കണേ? അതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. നമുക്ക് വെൽക്കം ഡ്രിങ്ക് വേണം, സ്റ്റാർട്ടേഴ്സ് വേണം, ഐസ്ക്രീം വേണം, അപ്പം വേണം. അങ്ങനെ ഒരു 10-15 കൂട്ടമെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. എങ്കിലല്ലേ നമുക്ക് നമ്മുടെ ചർച്ചിൽ ഒരു മാന്യതയൊക്കെ കിട്ടത്തുള്ളൂ. രാവിലെ ഇത് എങ്ങോട്ടേക്കാ? ഇവിടെ യേശുവിന്റെ പ്രസംഗം ഇവിടെ ട്രൂ ലൈറ്റിൽ നടക്കുന്ന നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അവിടെ നടക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ. ഒന്നും പറയണ്ട, എന്റെ അടുക്കളപ്പണി കഴിഞ്ഞിരുന്ന ഞാനും നിങ്ങളുടെ കൂടെ വന്നേനേമായിരുന്നു. എന്നാ മാർത്തേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാരും ചേർന്ന് ഇപ്പൊ പണി വേഗം തീർത്തിട്ട് നമുക്ക് യോഗത്തിന് പോകാമല്ലോ. അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എല്ലാരും മാർത്തയല്ലേ കുറ്റം പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങ് വെക്കോ. എന്നാ ഇവിടെ ഇരുന്നോ. പിന്നെ രണ്ടുപേരോടുമായിട്ടൊരു കാര്യം, വരുമ്പോ ലാസർ ചായ അവിടുന്ന് വരുമ്പോ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വരണേ. ഇത് എന്താ മാർത്തേ, ഇതൊരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ ജ്യൂസ് ഇല്ല, കോക്കനട്ട് മിൽക്ക് ഇല്ല, ഫിഷ് ഇല്ല, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിയുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നോളാം. അവിടെ നിൽക്കേ. രണ്ടുപേരുമായിട്ട് വേറൊരു കാര്യം കൂടി. അവിടെ ചെല്ലുമ്പോ എല്ലാരും ചോദിക്കും മാർത്ത എന്തിയെന്ന്. കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. മാർത്ത വന്നിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം, അങ്ങാടെ യൂട്യൂബിലോ സൂമിലോ വല്ല ഇരുന്ന് കാണുവാന്നും കൂടി അങ്ങ് പറഞ്ഞേക്കണം, കേട്ടല്ലോ? പിന്നെ ഒരു കാര്യം കൂടി, മറിയേ, അവിടെ ഭയങ്കര അത്ഭുതമൊക്കെ നടക്കുന്നെന്നല്ലേ പറഞ്ഞത്? നീ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. അതെ, ഞാൻ യോഗത്തിനാ പോകുന്നത്, അല്ലാതെ ഫേസ്ബുക്കിലോ ഇതൊന്നും ഫോട്ടോ ഒന്നും വീഡിയോ എടുക്കാനോ ഒന്നും അല്ല ഞാൻ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, നമുക്ക് പോകാം. ഒത്തിരി പണിയാ കിടക്കുന്നത്, ഒന്നും പറയണ്ട. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആരാ ഇത്? എടി മാർത്തേ, ഞാൻ ശലോമിയാണെടി. നീ എന്നാ ചെയ്യുക? എന്നാണ്ട് വിശേഷം? ഒന്നും പറയണ്ട, ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. എന്നാ ഞാനേ ഫോൺ വെച്ചേക്കട്ടെ, നീ പ്രാർത്ഥിച്ചോ. ഓ, പ്രാർത്ഥന എപ്പം വേണേലും ആകാമല്ലോ. അതുകൊണ്ട് കാണോ, നീ വല്ലപ്പോഴും കൂടുതലെപ്പോഴല്ലേ വിളിക്കുന്നത്. അതിനെന്താ, നീ സംസാരിക്കേ. എടി മാർത്തേ, നീ നമ്മുടെ ചർച്ചിലെ യോഗത്തിന് പോയില്ലേ? ഒന്നും പറയണ്ട, നീ അറിഞ്ഞില്ലേ? ഇവിടെ ഞങ്ങൾ ഗുരുവിനെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. അടുക്കളയിലെ കാര്യം മൊത്തം ഞാനല്ലേ നോക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് പോയില്ലാന്നേ ഉള്ളൂ. എനിക്കും അങ്ങ് പോകാൻ പറ്റിയില്ലടി മാർത്തേ. എന്നാ പറയാനാ, ഇതൊന്നും 2 ദിവസത്തെ കാര്യം വല്ലതുമാണോ? 15 ദിവസത്തെ കൺവെൻഷൻ. വീട്ടിലാണെങ്കിൽ അടുക്കള കാര്യം നോക്കണം, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, ട്യൂഷന് വിടണം, പിന്നെ ഓൺലൈനിലാണെങ്കിൽ സ്വിമ്മിംഗ് ക്ലാസ്സും കരാട്ടെ ക്ലാസ്സും എല്ലാം കൂടി ആയിട്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടുവാ.
അത് ശരിയാ, പറയുന്നവർക്ക് അങ്ങ് പറഞ്ഞാ മതി. പിന്നെ ഓൺലൈനിൽ ഒരു സ്വിമ്മിംഗ് ക്ലാസ്. അത് പോട്ടടി, ഞാൻ കാര്യത്തിലോട്ട് കടക്കട്ടെ. നീ ഉണ്ടല്ലോ, നീ ഫേസ്ബുക്ക് എങ്ങനെ നോക്കിയായിരുന്നു? നമ്മുടെ ചർച്ചിലെ മെർലിനില്ലേ, അവളുണ്ടല്ലോ ദുബായിൽ പോയിട്ട് ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. ഒരു 100 ഫോട്ടോ എങ്കിലും കാണും കേട്ടോ. ഞാൻ ലൈക്ക് ചെയ്തിട്ടില്ല, നീ ചെയ്യല്ലേ കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ടല്ലേ വിളിക്കണേ. ശരിയെങ്കിലോ. ഓക്കെ എന്നാ ബൈ. ബൈ ബൈ. ഷോ, ഈ ചെറിയ സ്ക്രീനിനകത്ത് നോക്കി ഒന്നും കാണത്തില്ല. ഐപാഡ് എടുക്കട്ടെ. എന്റെ കർത്താവേ, ഒന്നും പറയണ്ട. എന്റെ കർത്താവേ, എന്തോരം ഫോട്ടോയാ ഇവൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അയ്യോ, ആ റോസിനെങ്ങാണ്ട് $5 വാങ്ങിച്ച ഡ്രസ് അവിടെ ഒരു പത്രാസ്. ഞാനൊന്നും കൊടുക്കത്തില്ല ലൈക്ക്. ആഹാ, നമ്മുടെ മോള് മെക്സിക്കോയിൽ മിഷൻ ട്രിപ്പിന് പോയോ? അവക്കിരിക്കട്ടെ ഇന്നത്തെ എന്റെ ലൈക്ക്. എന്റെ കർത്താവേ, ആ കൊച്ചുമോടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. കണ്ട പ്രായം വല്ലതും പറയുവോ? എന്നും ബ്യൂട്ടി പാർലറില. അവളും കെട്ടിയവനുമാണ് എന്നും അടിയാ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾ എന്നെ ഒന്ന് വിഷ് ചെയ്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവളെ വിഷ് ചെയ്തില്ല. അവിടെ കമന്റ് കൂടണ്ട, അവിടെ ലൈക്കും കൂടണ്ട. അയ്യോ, നമ്മുടെ റിൻസന്റെ കല്യാണമായിരുന്നു. നല്ല പെണ്ണ് ചെറുക്കനും. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഓ എന്റെ കർത്താവേ, ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരുന്ന ബോറ് പഠിക്കത്തില്ല, സമയം പോന്നോട്ട് അറിയത്തില്ല. ഇവിടെ 100 കൂട്ടം പണിയാ കിടക്കുന്നത്. എന്റെ കർത്താവേ, എനിക്ക് വയ്യ, പറയണ്ട. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അയ്യോ, പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും വന്നിരിക്കും ഇവിടെ. കേറി ഇരുന്നാട്ടെ. ഇരിക്കാനൊന്നും സമയമില്ലടി. നിന്നെ 2 ദിവസം കൊണ്ട് കൺവെൻഷനെ നിന്നെ കണ്ടില്ലല്ലോ. 2 ദിവസമായി കൺവെൻഷൻ നടക്കുന്നു. മാർത്തെ, നിന്നെ ആ പ്രയറിനൊന്നും കാണുന്നില്ലല്ലോ. എന്തോ പറയാനാ, നിങ്ങള് ഗുരുവിനെ ഞങ്ങൾ ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. എനിക്കാണെന്നുണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. എന്റെ മാർത്തെ, ഇവള് പറയണ ഭയങ്കര അനുഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും അനുഗ്രഹമായിട്ട് തോന്നിയില്ല കേട്ടോ. ഈ കേട്ട പ്രസംഗം തന്നെ വീണ്ടും കേട്ടിട്ട് ഞാൻ ഓർക്കി പോയില്ലേ. അതെയോ? അതെങ്ങനെയാ? നീ ഇവളാണെങ്കിൽ ഉറങ്ങാനും അതുപോലെ ഫുഡ് കഴിക്കാനും മാത്രമാ വരുന്നത്. അനാവശ്യം പറയരുത് സഹോദരി. രണ്ടുപേരും ഇരിക്കും. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഞാൻ ചായ എടുത്തിട്ട് വരാം. അയ്യോ മാർത്തെ, ഞങ്ങൾ പോട്ടെ. നിനക്ക് ഒരുപാട് ജോലി ഉണ്ടല്ലോ. ഗുരു വരുമ്പോ നിനക്ക് ഡിന്നർ എടുക്കുക. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവാം. എന്റെ സഹോദരിക്ക് ഇത്രയും ധൃതിയായിരുന്നു, ഞങ്ങൾ പോയാൽ പോരായിരുന്നു. എന്റെ കൂടെ എന്തിനാ വന്നേ? അത് ശരിയാ, നിങ്ങൾ ഇരിക്കുന്നേ. വിശേഷങ്ങളൊക്കെ പറയണ്ടേ? കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത് തന്നെ. എന്റെ മാർത്തെ, നീ ചർച്ചയിൽ നടക്കുന്ന കാര്യമല്ലോ അറിയുന്നു? ഞാനൊന്നും അറിയത്തില്ലെന്നേ. ഇവിടെ ഒരു മറിയുണ്ട്. ആത്മീയ കാര്യമല്ലാതെ അവൾ ഒന്നും പറയത്തില്ലെന്നേ. എന്റെ ഇടയിൽ നമ്മുടെ ചർച്ചിൽ പുതുതായിട്ട് വന്ന സുനിലും നാൻസി, ആ നാൻസി ഉണ്ടല്ലോ, ഇപ്പൊ കാറിന്റെ പുറയിലത്തെ സീറ്റിലിരുന്നാണ് വരുന്നേ. അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ പുകഞ്ഞു മറിയുന്നുണ്ട്. പുകഞ്ഞു പുറത്ത് വരുമ്പോ നമ്മളെന്തായാലും അറിയില്ലേ. സിസ്റ്ററെ, അങ്ങനൊന്നും പറയരുത്. അവരുടെ ഫ്രണ്ട് പാസഞ്ചർ സീറ്റിലെ എയർ ബാഗ് അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവള് ബാഗിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പറയരുത്. അവൾ എന്നോട് പറയുമായിരുന്നു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പുതിയ വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവര് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഒരു പിന്നല്ലാതെ നമ്മുടെ ചർച്ചിൽ ഏറ്റവും മുന്നിൽ ഇരുന്ന് എപ്പോഴും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറയുന്ന ഒരു ചീര കൊച്ചി, അത് തന്നെ. അവളുടെ വിശുദ്ധിയൊക്കെ അങ്ങ് പോയെന്നേ. പിന്നെ ആത്മീയൊക്കെ പോയിട്ട് അവൾ ഏറ്റവും പുറകിലല്ലേ. പിന്നെ അത് തന്നെയല്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയിൽ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെയൊന്നും പറയാം. നമ്മളങ്ങനെ പരദൂഷണം ഒന്നും പറയാൻ പാടില്ല. അവർക്ക് ചെറിയ കൊച്ചുണ്ടായതുകൊണ്ട് അതിന് ഡയപ്പർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അത് കരയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വെളിയിലൊക്കെ പോകുന്നതാ. അല്ല, നമ്മൾ പറയുന്ന പോലെയല്ല. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര വില കൊടുക്കേണ്ടി വരും ദൈവസന്നിധിയിൽ. എന്റെ സഹോദരി ഭയങ്കര ആത്മീയത മുഴുകിയിരിക്കുന്നോണ്ട് അതൊന്നും കാണാത്ത. അത് തന്നെയല്ല. പിന്നുണ്ടല്ല ജോൺസ് ബ്രദറില്ലേ, പുള്ളിയുടെ ജോലി പോയെന്നാ. ആ നീറിയാ കഴിയുന്നേ. അത് തന്നെ എന്തൊരു അവസ്ഥയല്ലേ. നിങ്ങൾ ഇങ്ങനെ എല്ലാ സിസ്റ്റേഴ്സ്, നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പരദൂഷണമാണല്ലോ പറയുന്നത്. നിങ്ങളൊന്നും പറയാൻ പാടില്ല.
ആ ബ്രദറിന് പുതിയൊരു ജോലി കിട്ടിയ നല്ല ജോലി ആയതുകൊണ്ട് പഴയ ജോലി കുറ്റി ചെയ്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ വേറൊരു കാര്യവുമില്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ബൈബിളിൽ പറയുന്ന പോലെ യാക്കോബ് ലേഖനത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് നാവ് വളരെ ചെറിയ അവയവമെങ്കിലും അത് വളരെയധികം വമ്പ് പറയുന്നു. അതുപോലെ തന്നെ ചെറിയ തീയെ വലിയ കാടിനെ കത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ നാവ് ഒരു തീ തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം. ദൈവത്തിന്റെ മുമ്പിൽ ഓരോ വാക്കുകൾക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളുടെ നാവ് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ വളരെയധികം ചിന്തിച്ചിട്ട് വേണം പറയാൻ. മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അറിയാം എന്റെ സഹോദരി, ഇത് ഞാൻ പരദൂഷണം പറഞ്ഞതാണ്. ആരാ പറഞ്ഞേ? നമ്മുടെ ചർച്ചിലെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ വാർത്തയായിട്ട് ഷെയർ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത്? സഹോദരി ഒന്നും മിണ്ടണ്ട. എനിക്ക് ശകലം വെജിറ്റബിൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ട് പോകാമോ? എനിക്ക് ഒത്തിരി സഹായിക്കാം. അയ്യോ മാർത്തേ, ഞാനേ പെട്ടെന്ന് ഓർത്തേ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി. ഞാൻ ചെന്നില്ല, ഒന്നും നടക്കത്തില്ല. അച്ചായൻ വീട്ടിലുണ്ടെങ്കിലും പ്രയോജനമൊന്നുമില്ല. ഇവിടെ ഇതുവരെ നിന്ന് കാര്യം പറഞ്ഞപ്പോ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇന്നലെ എന്റെ നഖം പോയി ചെയ്ത് അത് മുഴുവൻ വൃത്തികേടാവത്തില്ലേ? മറിയേ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അയ്യോ മറിയേ, എന്തൊരു അനുഗ്രഹമായിരുന്നു. ആ പ്രസംഗം കേട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു പോയി. ഇത് ഞങ്ങള് പോട്ടെ. നീ എന്ത് ഇപ്പൊ അവിടെ അനുഗ്രഹമല്ല, നീ ഇത്രയും കള്ളത്തരം പറയുമോ ആളുകളുടെ മുമ്പില്? എന്റെ സഹോദരി, ഇതൊക്കെ ഒരു നമ്പറോ? മാർത്തേ, എന്തായി? ഒന്നും ജോലിയൊന്നും ആയ മട്ടില്ലല്ലോ. ഒന്നും പറയണ്ടല്ലോ മറിയന്റെ അടുക്കളപ്പണി ഒന്നും കഴിഞ്ഞിട്ടില്ല. നീയോടി വാ, നമുക്ക് ചെയ്തു തീർക്കാം. എനിക്കറിയായിരുന്നു നീയും ഫേസ്ബുക്ക് നോക്കി കൊണ്ടുകൂടെ ഇരിക്കത്തുള്ളൂ. കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ട് വാ. പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? ഇന്ന മാർത്തി, നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതിനകത്ത്. ആ ശരി, എങ്കിൽ വാ മറിയ ഇങ്ങോട്ട്. സുഖമായിട്ടിരിക്കുന്നു. എന്തി പത്രോചാര്യ കണ്ടില്ലല്ലോ? അമ്മച്ചി ഈടായിട്ട് ആത്മീയത തീരെ കുറവാ. മാസ്കം വെക്കത്തില്ല. വല്ല കോവിഡോ ഫ്ലൂവോ വല്ല ആയിരിക്കും. അയ്യോ അങ്ങനെ പറയാതെ. പിന്നെ ഞാൻ കേട്ടു ഭയങ്കര ആഘോഷമൊക്കെ ആണല്ലോ ഇവിടെ. ഇവിടെ ഗുരു വരുന്നതിന് ഞങ്ങള് ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എന്തുവാ ഇത്ര വൃത്തികേടായിട്ട് കിടക്കുന്ന അലങ്കോലമായി കിടക്കുന്നല്ലോ ഇവിടെ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുന്നു ജോണിച്ചായ? അത് നല്ല കാര്യമായി. ഇവിടെ അറിയാമല്ലോ, അടുക്കളപ്പണി ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി 2 പേരും ഉണ്ടല്ലോ, പാട്ടും പ്രാർത്ഥനക്കാരുവാ. എന്നാ പറയാനാ? ഓ ഒന്നും പറയണ്ട. ഞാനെല്ലാം സഹായിക്കണോ? ഇല്ല, അച്ഛൻ അങ്ങോട്ട് ഇരുന്നോ. ഇപ്പം ഗുരു വരുമായിരിക്കും. ഇപ്പൊ സഹായിക്കാൻ വേണമെങ്കിൽ. ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും ക്ഷേമമായിരിക്കുന്നു? ക്ഷേമത്തോടെ ഇരിക്കുന്നു ഗുരു. പക്ഷെ എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. ഈ മറിയ എന്നെ തനിയെ അടുക്കളയിലെ ശുശ്രൂഷ ചെയ്യാൻ വിട്ടതില് അങ്ങക്ക് വിചാരമില്ലയോ? നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയിരിക്കുന്നത് എന്തേ? എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്നും അപഹരിപ്പാൻ ആർക്കും സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. മുമ്പേ എന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുകയും ഞാൻ അതോടുകൂടെ നിങ്ങൾക്ക് സകലതും തരും. ഈ ലോകവും അതിന്റെ മോഹങ്ങളെല്ലാം ഒഴിഞ്ഞുപോകും. എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും.
നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. മന്നാ ജയ ജയ മന്നാ ജയ ജയ